ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷ് തന്നെയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്, അവിയൽ. പക്ഷേ ഓരോ നാട്ടിലും അവിയൽ ചില ചെറിയ വ്യത്യാസങ്ങളോടെയാണ് തയ്യാറാക്കാറുള്ളത് അല്ലേ. സദ്യക്കൊക്കെ വിളമ്പുന്ന രീതിയിലുള്ള നല്ലൊരു അവിയലാണ് ഞാൻ കാണിക്കുന്നത്. അവിയലിൻ്റെ ടേസ്റ്റ് കുറേ കൂടെ കൂട്ടാനുള്ള കുറച്ച് ടിപ്സും പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കുക വേണേ. ഇപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ചിരകിയ തേങ്ങയും 5-6 കൊച്ചുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്തത് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാമേ. അവിയലിനരിക്കുന്ന പരുവം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തത് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. ഈ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഏറ്റവും വേവ് കൂടിയത് മിക്കവാറും ചേനയും ഏത്തക്കയും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം ചേന തന്നെ ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ ചേന ഞാൻ എടുത്തിരിക്കുന്നത് ഏതാണ്ട് ഒരു 1/4 കിലോയാണ്. പിന്നെ ഒരു ഏത്തക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മൊന്തങ്ങ അല്ല. നമ്മളുടെ വാഴപ്പഴമുണ്ടല്ലോ, നേന്ത്രക്കായ, അതിൻ്റെ പച്ചയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാമാന്യം വലുപ്പമുള്ള ഒരെണ്ണമായിരുന്നു കേട്ടോ. അതുപോലെ അവിയലിന് മുറിക്കുമ്പോഴും ഏതാണ്ട് ഒരേ നീളത്തിലും വണ്ണത്തിലും ഒക്കെ മുറിക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ചേനയും ഏത്തക്കയും നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ അതിലോട്ട് ചേർത്തത് 2 ക്യാരറ്റും, ഒരു 2 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 200-250 ഗ്രാമുണ്ട്. പിന്നെ പടവലങ്ങ, പിന്നെ സാമാന്യം വലിപ്പമുള്ള ഒരു വഴുതനങ്ങ, ഒരു 200-250 ഗ്രാം കുമ്പളങ്ങ. ഇത്രയുമാണ് നമ്മൾ വെജിറ്റബിൾസ് ചേർത്തിരിക്കുന്നത്. ഈ പച്ചക്കറി കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പം തന്നെ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും ഒരു 5-6 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ചേർക്കാൻ മറന്നുപോയതാണേ. മിക്കവരും അവിയലിനകത്ത് അമരിക്ക ചേർക്കും, പക്ഷേ എനിക്ക് അവിയലിനകത്ത് അമരിക്ക ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അമരിക്ക ചേർക്കാത്തത്. പിന്നെ മുരിങ്ങയ്ക്ക നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് വെന്ത് ഒരു പകുതി മുക്കാലുമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മുരിങ്ങയ്ക്ക ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് വെന്തുടഞ്ഞു പോകുമേ. ഇതിലിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു ടീസ്പൂൺ നിറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കാതിരിക്കല്ലേ. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ കുക്കിങ്ങിൽ തുടക്കക്കാരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാലോ എന്ന് ഓർത്തിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഞാൻ ഇതിൻ്റെ തന്നെ ഷോർട്ട് വീഡിയോ വേറെ ഇടാമേ. ഇപ്പം ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണേ. അപ്പോഴൊക്കെ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കല്ലേ. ഇത്രയും സമയമായപ്പോഴാണ് പച്ചമുളക് ചേർത്തില്ലെന്ന് ഓർത്തത്. പിന്നെ നമ്മുടെ കറിവേപ്പിലയുടെ കാര്യം നിങ്ങൾക്കറിയാലോ. കറിവേപ്പില എപ്പോഴും ഇവിടെ ഒരു മോഷണ വസ്തുവാണ്. അപ്പോൾ ആ മോഷണ വസ്തു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെത്താനായിട്ട് ഇത്രയും നേരം എടുത്തു, അതുകൊണ്ടാണ്. പിന്നെ പച്ചമുളകിൻ്റെ കാര്യം അത് മറന്നത് അങ്ങ് വിട്ടുകളഞ്ഞേരെ കേട്ടോ. പ്രായമായില്ലേ, ക്ഷമിച്ചേരെ. പക്ഷേ തെറ്റുപറ്റിയാലും നിങ്ങളോട് ഞാനത് കറക്റ്റ് ചെയ്ത് ഒരു കാരണവശാലും പറയാതിരിക്കില്ല കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് നടുക്കോട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യണേ. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒരുമാതിരി പാകമാവും. ഇപ്പോൾ ഒരുമാതിരി പാകമായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മുരിങ്ങയ്ക്ക അതിലോട്ട് നടുക്കോട്ട് ഞാൻ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അവിടോട്ട് മുരിങ്ങയ്ക്ക വെച്ചിട്ട് മറ്റ് പച്ചക്കറികൾ കൊണ്ട് അങ്ങ് മൂടി വെക്കുവാണേ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കുക്കായിക്കോളും. വെറുതെ ഞാനങ്ങനെ മുരിങ്ങയ്ക്ക മുറിച്ച് വെച്ചിരിക്കുകയല്ല, നടുവരെ ഒന്ന് പൊളന്ന് കൊടുത്തിട്ടുണ്ടേ. പൂർണ്ണമായിട്ട് അങ്ങ് വേർപെടുത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ആവിയിലിരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് വെന്തോളും. എന്നാൽ വല്ലാതെ മുരിങ്ങയ്ക്ക വെന്തുടഞ്ഞു പോവുകയുമില്ല. അങ്ങനെ മൂടി വെച്ച് കുറച്ച് നേരം മുരിങ്ങയ്ക്കായും കൂടി ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ളത് തൈരാണ്. വളരെ ചെറിയ പുളിയുള്ള തൈരേ ചേർക്കാവുള്ളൂ കേട്ടോ. തൈരിൻ്റെ ആ ഒരു പുളി മുന്നിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയലിൻ്റെ ടേസ്റ്റ് ആകെ മാറും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിഴിപുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞൊഴിക്കാം. പക്ഷേ അപ്പോഴത്തേക്കും അവിയലിൻ്റെ നിറമൊന്ന് മാറും. അതുകൊണ്ട് ഞാൻ സാധാരണ അത് ഉപയോഗിക്കാറില്ല. പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ ഇടാം, ചിലർ തക്കാളി ഇടുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം അധികം പുളിയില്ലാത്ത തൈര് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ചേർത്തുണ്ടാക്കുമ്പോഴാണ് നല്ല ഒരു നിറവും നല്ല ടേസ്റ്റും കിട്ടുന്നത്. തൈരും ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരൻ അവിയൽ റെഡി.
ഇനി ഞാൻ അവിയലിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നല്ല നാടനൊരു മണം വരാനും രുചി വരാനുമുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു 3-4 തണ്ട് കറിവേപ്പില കയ്യിലോട്ട് വെച്ച് നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഞെരടി അതിനെ അങ്ങ് ഇല്ലാണ്ടാക്കണം. അങ്ങനെ ആ കറിവേപ്പിലയുടെ മൊത്തം ഗുണവും മണവും അങ്ങോട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് അതുമിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് അത് സെർവ് ചെയ്യാവുള്ളേ. എന്നാലേ അതിൻ്റെ ശരിക്കുള്ളൊരു മണവും ഗുണവും വരുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്